ഹായ്, നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് NIOS ഇംഗ്ലീഷിലെ ചാപ്റ്റർ 1 മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാഠഭാഗമാണ്. NIOS ഇംഗ്ലീഷിലെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണ്. ഇതൊരു ഓട്ടോബയോഗ്രഫിയാണ്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ, അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് എഴുതുന്നത് എന്താണോ അതാണ് എൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ട് എഴുതുന്നത് എന്താണോ, നിങ്ങളുടെ ജീവചരിത്രമൊക്കെ എഴുതുമ്പോൾ അതാണ് നിങ്ങളുടെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. സോ ഈ ഒരു പേര് കേൾക്കുന്ന സമയത്ത്, മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നൊരു പേര് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് പല തരത്തിലുള്ള ചിന്തകൾ വരും. എൻ്റെ ആദ്യത്തെ കാൽവെപ്പുകൾ, ചിലപ്പോൾ ഒരു കുഞ്ഞിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ആദ്യം ഇവിടെ ഒരു സെന്റൻസ് കാണാൻ പറ്റും. എല്ലാ കുഞ്ഞുങ്ങളും, ഞാൻ പറയുകയാണ്, എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ച വീണ ഉടനെ തന്നെ ഒരുപോലെയാണ്. അവരെ നമുക്ക് അച്ഛൻ്റെ പോലെയാണ്, അല്ലെങ്കിൽ അമ്മനെ പോലെയാണ്, അച്ചാച്ചനെ പോലെയാണ്, അമ്മാമനെ പോലെയാണ് എന്നൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ലായിരിക്കും. ഒരു പക്ഷേ പറയുന്നവരുണ്ടാവാം. എന്നാലും ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ച് വീണ ഉടനെ തന്നെ ഒരുപോലെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ജനിച്ച് വീണ ഉടനെ തന്നെ കുഞ്ഞുങ്ങളെല്ലാ പേരും ഒരുപോലെയാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഒരുപോലെയാണ് ഇരിക്കുന്നത്. കാണാനായിട്ട് വലിയ മാറ്റങ്ങൾ, ഡിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് നമ്മുടെ നഴ്സുമാർ കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പരസ്പരം അറിയാതെ മാറിപ്പോവുകയാണെങ്കിലോ, അതായത് ഒരമ്മയുടെ സ്ഥാനത്ത് വെക്കുന്ന കുഞ്ഞിനെ വേറൊരു അമ്മയുടെ സ്ഥാനത്ത് വെക്കുകയാണെങ്കിലോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവരവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണാൻ പറ്റും. വളരെ ഫേമസ് ആയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണാൻ പറ്റും. പക്ഷെ തൊട്ടപ്പുറത്ത് വേറൊരു വ്യക്തി കൂടിയുണ്ട്. പുതിയ തലമുറയ്ക്ക് വലിയ പരിചിതമായിരിക്കില്ല. സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ് നമ്മുടെ സച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത്. സുനിൽ ഗവാസ്കർ, നമുക്കറിയാം സച്ചിനെ നമ്മുടെ ക്രിക്കറ്റിന്റെ ഗോഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലിറ്റിൽ മാസ്റ്റർ എന്നാണ് നമ്മുടെ സുനിൽ ഗവാസ്കറിനെ അറിയപ്പെടുന്നത്. ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. 10-ാം തീയതി ജൂലൈ 10, 1949 അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പാരൻസ് ഉണ്ട്. ഗവാസ്കർ ഫാമിലി 1960 എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ക്രിക്കറ്റ് പ്ലെയർ, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സുനിൽ ഗവാസ്കറിന്റെ ജീവചരിത്രമാണ്. സുനിൽ ഗവാസ്കർ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തതായിട്ട് മിസ്റ്റർ നാരായൺ മാസുരേക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ കാണാൻ പറ്റും. ഇദ്ദേഹം, ഈ നാരായൺ മാസുരേക്കർ എന്ന് പറയുന്നത് സുനിൽ ഗവാസ്കറിന്റെ ഒരു അങ്കിളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് സുനിൽ ഗവാസ്കറിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞില്ല, അമ്മയെ കുറിച്ച് പറഞ്ഞില്ല, ആദ്യം തന്നെ മിസ്റ്റർ നാരായൺ മാസുരേക്കർ എന്ന് പറയുന്ന സുനിൽ ഗവാസ്കറിന്റെ ഒരു അങ്കിളിനെ കുറിച്ചിട്ട് പറഞ്ഞത്? സുനിൽ ഗവാസ്കർ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നത് നാൻ കാക്ക എന്നാണ്. നോക്കിക്കോളൂ, സുനിൽ ഗവാസ്കർ ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണ ഉടനെ തന്നെ നമ്മുടെ നാരായൺ മാസുരേക്കർ എന്ന് പറയുന്ന സുനിൽ ഗവാസ്കറിന്റെ അങ്കിള് സുനിൽ ഗവാസ്കറിനെ കാണാനായിട്ട് പോയി. കുഞ്ഞായിരിക്കുന്ന സമയത്ത് കാണാനായിട്ട് പോയി. അങ്ങനെ കുഞ്ഞിനെ കയ്യിലെടുത്ത് നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി സുനിൽ ഗവാസ്കറിന്റെ ഇടത് ചെവിയുടെ ഇയർ ലോബിന്റെ മേലെയായിട്ട് കുഞ്ഞൊരു ഹോള്, ചെറിയൊരു ദ്വാരം കാണാനായിട്ട് ആർക്ക് സാധിച്ചു? നാരായൺ മാസുരേക്കറിന് സാധിച്ചു. ഓക്കെ, നാരായൺ മാസുരേക്കർ തികച്ചും കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ളതാണ്. സാധാരണ അങ്ങനെ വരാറില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ കുഞ്ഞിന് അങ്ങനെ വന്നേ എന്ന് മാസുരേക്കർ സാർ ചിന്തിച്ചു. പിറ്റേ ദിവസവും നമ്മുടെ നാരായൺ മാസുരേക്കർ സാർ നമ്മുടെ ആരം കാണാൻ പോയി, നമ്മുടെ സുനിൽ ഗവാസ്കറിനെ കാണാനായിട്ട് പോയി. കുഞ്ഞാണ്. പിറ്റേ ദിവസം പോയി നോക്കുന്ന സമയത്താണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, ഇന്നലെ വന്ന് കണ്ടപ്പോൾ ഇയർ ലോബിൽ അതിന് മേലെയായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കാണാനായിട്ടില്ല. അദ്ദേഹത്തിന് മനസ്സിലായി കുഞ്ഞുങ്ങൾ പരസ്പരം മാറിയിട്ടുണ്ട്. അതായത് ഇത് ഞാൻ ഇന്നലെ എടുത്ത കുഞ്ഞല്ല, എങ്ങനെയോ ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ മാറിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ നമുക്കറിയാൻ പറ്റും. ഒരുപാട് സ്ത്രീകൾ അന്ന് പ്രസവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്ന് പ്രസവിച്ച സമയത്ത് ഈ നഴ്സുമാർ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പരസ്പരം മാറിയിട്ടുണ്ടാവാം. അങ്ങനെ ഈ നാരായൺ മാസുരേക്കർ സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും വളരെ രീതിയിൽ പരിഭ്രാന്തരായിട്ട്, അവർക്ക് അറിഞ്ഞൂടെ ഇനി എന്താ ചെയ്യുക, കുഞ്ഞു മാറിപ്പോയി. അവർ ഭയങ്കരമായിട്ടുള്ള ഫ്രാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ പരിഭ്രാന്തരായിട്ട് എല്ലാ സ്ഥലത്തും എല്ലാ ക്രിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കിടത്തുന്ന തൊട്ടിലാണ്. ഒരുപാട് തൊട്ടിലുകൾ ഉണ്ടാവും അവിടെ. ഓക്കെ, അവിടെ എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ നോക്കിയ സമയത്താണ് നമ്മളെ കുഞ്ഞിനെ കണ്ടെത്തി. എന്താണ് കുഞ്ഞിൻ്റെ അടയാളം? എന്താണ്? ഇയർ ലോബിന് മേലെയായിട്ട്, ഇത് പിന്നാന്നാണ് ഇതിന് ടോട്ടലായിട്ട് പറയുക, ഇതിനാണ് ഇയർ ലോബ് എന്ന് പറയുന്നത്. ഇയർ ലോബിന് മേലെയായിട്ട് ചെറിയൊരു ദ്വാരം. അങ്ങനെ ആ ഒരു ദ്വാരമുള്ള കുഞ്ഞിന് വേണ്ടിയിട്ട് അന്വേഷണം നടത്തി. ആകെ അന്വേഷിച്ച് അവസാനം നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മുന്നിൽ, അല്ലെങ്കിൽ സ്ത്രീയുടെ തൊട്ടടുത്തായിട്ട് ഈ കുഞ്ഞ് കിടക്കുന്നുണ്ട്. ആരുടെ കൂടെ കിടക്കുന്നത്? ഒരു ഫിഷർ വുമൻ്റെ, ഒരു
മുക്കുവത്തിയായിട്ടുള്ള അല്ലെങ്കിൽ മുക്കുവ സ്ത്രീയുടെ തൊട്ടടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ഇത്തരത്തിൽ ഒരു സംഭവം അറിയാതെ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ ഒന്നും തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഇതായിട്ടില്ല കുഞ്ഞിന്. ജനിച്ച് 1-2 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ആ കുഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ അമ്മയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഒരു യുനോ മുക്കുവ സ്ത്രീയുടെ തൊട്ടടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് മനസ്സിലായി, സിസ്റ്റർമാർക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത് മാറിയിട്ടുണ്ടായിരുന്നത്. ഈ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം ഒരു ടാഗ് ഉണ്ടാവും, ഒരു നെയിം ടാഗ് ഉണ്ടാവും. ഈ കുഞ്ഞിൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെയും കയ്യിലൊരു ടാഗ് ഉണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുവന്ന സമയത്ത് മാറിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ നഴ്സുമാർക്ക് എങ്ങനെയോ അത് മാറിപ്പോയി. ഓക്കെ, അങ്ങനെ നമ്മുടെ അമ്മയ്ക്ക് സുനിൽ ഗവാസ്കറിനെ തിരികെ കിട്ടി. ഓക്കെ, സുനിൽ ഗവാസ്കറിൻ്റെ അമ്മ കുഞ്ഞിനെ എടുത്തിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നു. നമ്മുടെ അടുത്തോട്ടല്ല, ബെഡിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ സുനിൽ ഗവാസ്കർ ഇന്ന് ആലോചിക്കുകയാണ്, അതായത് ഈ ഒരു ഓട്ടോബയോഗ്രഫി എഴുതുന്ന സമയത്ത് ആലോചിക്കുകയാണ്, അന്ന് എന്നെ കണ്ടില്ലായിരുന്നെങ്കിലോ, എൻ്റെ ആ ഒരു അങ്കിള് നാരായൺ മാസുരേക്കർ സാർ എന്നെ ശ്രദ്ധിച്ചില്ല, എൻ്റെ ചെവിയുടെ ആ ഒരു ഹോള് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചായിരുന്നു? ഇപ്പം ഞാൻ ഒരു മുക്കുവ സ്ത്രീയുടെ വീട്ടിൽ ചിലപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം ഉണ്ടാവാം. പക്ഷെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുക്കുവ സ്ത്രീയുടെ മകനാണ്, ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒരിക്കലും കംപ്ലീറ്റ്ലി അങ്ങനെയാണെന്നല്ല, ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ആ രീതിയിൽ അത്രത്തോളം കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. സോ അങ്ങനെ ആയിരുന്നെങ്കിലോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ സുനിൽ ഗവാസ്കർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സുനിൽ ഗവാസ്കർ ഇന്ന് നന്ദി പറയുന്നത് ആരോടാണ്? വളരെ 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 ഒബ്സർവേഷൻ പവറുള്ള, ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ള നമ്മുടെ നാരായൺ മാസുരേക്കർ സാറിനോടാണ് നമ്മുടെ സുനിൽ ഗവാസ്കർ ഇന്ന് നന്ദി പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പാർട്ട് 2 എന്തൊക്കെയാണെന്ന് പറയാം. സുനിൽ ഗവാസ്കർ നമുക്കറിയാം വളരെ പ്രഗത്ഭനായിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. ലിറ്റിൽ മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ കാലത്ത് തന്നെ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ സുനിൽ ഗവാസ്കറിനെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് കൂടെ നിന്ന് സഹായിച്ചിരുന്ന, സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു സുനിൽ ഗവാസ്കറിൻ്റെ അമ്മ. ഓക്കെ, അപ്പോൾ കുഞ്ഞാണല്ലോ, ചെറിയ കുട്ടിയാണല്ലോ. ചെറിയ കുട്ടിയാകുമ്പോൾ നേരെ നിന്നിട്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയ കുഞ്ഞാണ്. അപ്പോൾ എന്ത് ചെയ്യും, അമ്മ മുട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യും, ബോൾ ചെയ്ത് കൊടുക്കും. ഇവർ കളിച്ചിരുന്നത് ടെന്നീസ് ബോൾ കൊണ്ടാണ് കളിച്ചിരുന്നത്. ടെന്നീസ് ബോളൊക്കെ വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് അമ്മ വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മൾ നോക്കണം കേട്ടോ. മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നുള്ളതാണ്. ശരിക്കും അതിനെ സഹായിച്ചത് ആരാണെന്ന് വേണമെങ്കിൽ പറയാം, അമ്മയെ പറയാനായിട്ട് പറ്റും. അമ്മയാണ് സുനിൽ ഗവാസ്കറിൻ്റെ ക്രിക്കറ്റ് കളിയുടെ ആദ്യ പാഠഭാഗങ്ങൾ പഠിക്കുന്നതിനായിട്ട് സഹായിച്ചതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അമ്മ വളരെയധികം സഹായിച്ചിരുന്നു, കൂടെ നിന്നിട്ട് ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് കളിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം കളിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് അമ്മ മുട്ടുകുത്തിയിട്ടാണ് ബോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സുനിൽ ഗവാസ്കർ അടിച്ച സമയത്ത് എന്ത് സംഭവിച്ചു, ബാറ്റ് എടുത്തിട്ട് ബോളുകൾ അടിച്ച സമയത്ത് ബോൾ വളരെയധികം ശക്തിയോട് പോയിട്ട് നമ്മുടെ അമ്മയുടെ മുഖത്ത് വന്നടിച്ച സമയത്ത് അമ്മയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരാനായിട്ട് തുടങ്ങി, ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ സുനിൽ ഗവാസ്കറിന് ഭയങ്കര അധികം പേടിയായി. കാരണം ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കാണാനായിട്ട് കുഞ്ഞിനെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞ് ഭയങ്കര അധികം പരിഭ്രാന്തനായി അല്ലെങ്കിൽ ഫ്രാൻറ്റിക്കായി. പക്ഷേ അമ്മ അതൊന്നും കാര്യമാക്കിയില്ല. ടേക്ക് ഈസി എന്നുള്ള രീതിയിൽ അമ്മ എന്ത് ചെയ്തു, വീണ്ടും അതൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വീണ്ടും കളിക്കാനായിട്ട് കൂടി. പക്ഷേ സുനിൽ ഗവാസ്കറിന് മനസ്സിലായി, ഇനി ഞാൻ അതുപോലെ തന്നെ ഷോട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത്തരത്തിൽ പരിക്കുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുനിൽ ഗവാസ്കർ പിന്നീട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് കളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അമ്മേനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും അമ്മ മാത്രമാണോ സപ്പോർട്ട് ചെയ്തിരുന്നത്? അല്ല, സുനിൽ ഗവാസ്കറിൻ്റെ അച്ഛനും വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഓക്കെ, സുനിൽ ഗവാസ്കറിൻ്റെ അച്ഛൻ ഈ ക്രിക്കറ്റിൻ്റെ ആദ്യ പാഠഭാഗങ്ങളെല്ലാം തന്നെ സുനിൽ ഗവാസ്കറിന് പറഞ്ഞു കൊടുത്തിരുന്നു. അത് ഇപ്പോഴും സുനിൽ ഗവാസ്കർ പറയുന്നു, ഇപ്പോഴും സുനിൽ ഗവാസ്കറിൻ്റെ ജീവിതത്തിൽ വളരെ 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 ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. പിന്നീട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവനെ കുറിച്ചിട്ടാണ്. അമ്മാവൻ എന്ന് പറയുന്നത് മാധവ് മന്ത്രി എന്നാണ് അമ്മാവൻ്റെ പേര്. ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. വളരെയധികം നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് കോട്ടുകളുണ്ട്. നമ്മളതിനെ പറയുക, ഇത് പറയില്ലേ, നമ്മൾ യൂണിഫോം എന്ന് പറയില്ലേ, ക്രിക്കറ്റ് കളിക്കുന്നവരുടെ ഒരു യൂണിഫോം. ഇപ്പം നമുക്കറിയാം ഒരു ബ്ലൂ യൂണിഫോമാണ് നമ്മൾ ഇപ്പോൾ ധരിക്കാറ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. സച്ചിൻ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ക്രിക്കറ്റ് പ്ലെയേഴ്സ്. അപ്പോൾ ഒരു യൂണിഫോം ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മുടെ ഈ മാധവ് മന്ത്രി എന്ന് പറയുന്ന സുനിൽ ഗവാസ്കറിൻ്റെ മുത്തശ്ശന് ഇതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ സുനിൽ ഗവാസ്കർ പറയും, എനിക്ക് ഒരെണ്ണം തരുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കൗതുകത്തോട് കൂടിയിട്ട് കുഞ്ഞു കുട്ടിയല്ലേ
ചോദിക്കാറുണ്ട്. പക്ഷെ അമ്മാവൻ പറയും, ഇത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് എൻ്റെ വിയർപ്പ് ഒഴുക്കിയിട്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ളതാണ്. സോ ഇത് അങ്ങനെ സിമ്പിളായിട്ട് നേടാൻ പറ്റില്ല. നീ എന്ത് ചെയ്യണം? നീ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്കും ഇതുപോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത്തരത്തിലുള്ള യൂണിഫോമുകൾ കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ അത് മാത്രമല്ല, ഒരുപാട് മാധവ് മന്ത്രിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സോവറിൻസ് അല്ലെങ്കിൽ ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സുനിൽ ഗവാസ്കറിന് വളരെ അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അവിടെ ഒരു സ്റ്റമ്പ് ഉണ്ടായിരുന്നു. സ്റ്റമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്റ്റമ്പിൽ ഒരുപാട് പേരുകളുടെ യുനോ സിഗ്നേച്ചർ ഉള്ള സ്റ്റമ്പും അവിടെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സുനിൽ ഗവാസ്കറിന് വളരെയധികം താല്പര്യം തോന്നി. കാരണം സുനിൽ ഗവാസ്കർ ഒരു ക്രിക്കറ്റിനോട് വളരെയധികം പാഷനുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. ഓക്കെ. പിന്നീട് പറയുന്നത് സുനിൽ ഗവാസ്കർ ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു. സുനിൽ ഗവാസ്കർ കളിച്ചിരുന്നത് അവരുടെ കോളനിയിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്, ഒരുപാട് ടീംസിൻ്റെ കൂടെ കളിക്കാറുണ്ടായിരുന്നു. സുനിൽ ഗവാസ്കറിൻ്റെതായിരുന്നു എന്തൊക്കെ? നമ്മുടെ ബാറ്റും ബോളും. അപ്പോൾ സുനിൽ ഗവാസ്കർ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഔട്ടായി കഴിഞ്ഞാൽ സുനിൽ ഗവാസ്കർ സമ്മതിച്ചു കൊടുക്കില്ല, ഞാൻ ഔട്ടായി എന്നുള്ളത് സമ്മതിച്ചു കൊടുക്കില്ല. അപ്പോൾ ഫ്രണ്ട്സിനായിട്ട് തല്ലൂട്ടാവും. അങ്ങനെ സുനിൽ ഗവാസ്കറിന് ദേഷ്യം പിടിച്ച സുനിൽ ഗവാസ്കർ എന്ത് ചെയ്യും? സുനിൽ ഗവാസ്കർ നമ്മുടെ ബാറ്റും ബോളൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോകും. അപ്പോൾ ഫ്രണ്ട്സ് പറയും, എടാ നീ പോവല്ലേ, നമുക്ക് എന്തായാലും ആക്കാം, ഒക്കെ നീ കളിച്ചോ, നീ ഒന്ന് ഔട്ടായിട്ടില്ല, നീ കളിച്ചോ എന്ന് പറയും. അങ്ങനെ സുനിൽ ഗവാസ്കർ കള്ളക്കളി എടുത്തിട്ടൊക്കെ കളിക്കാറുണ്ടായിരുന്നു. കാരണം ആൾക്ക് ഭയങ്കരമായിട്ട് ക്രിക്കറ്റിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് അവർ ബെറ്റൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. ബെറ്റ് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രോഫി മേടിക്കാനുള്ള ഒരു പരിതസ്ഥിതിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇവരെന്ത് ചെയ്യും? കുഞ്ഞു കുട്ടികളല്ലേ, അവർ ഒരു വെള്ള മെറ്റലിൻ്റെ കപ്പ്, ഇതാണ് ട്രോഫി ആയിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രോഫി കിട്ടാനായിട്ടായിരുന്നു അവർ പണ്ട് കളിച്ചിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് ചുരുക്കം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സമ്മറിയാണ്. ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്നുകൂടി പറയാം. സുനിൽ ഗവാസ്കർ ജനിച്ച സമയത്ത് ഇയർ ലോബിൽ മുകളിലായിട്ട് ഒരു ഹോൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചതാരായിരുന്നു? നമ്മുടെ നാൻകാക്ക എന്ന് പറയുന്ന നാരായൺ മാസുരേക്കർ എന്ന് പറയുന്ന സുനിൽ ഗവാസ്കറിൻ്റെ അങ്കിളായിരുന്നു. ആൾ കാണാൻ വന്നു. പിറ്റേ ദിവസം കാണാൻ വന്നപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് മാറിപ്പോയി, കുഞ്ഞ് മാറിപ്പോയിട്ടുള്ളതാണെന്ന് മനസ്സിലായി. പിന്നീട് തെരഞ്ഞു നോക്കി, കുഞ്ഞിനെ കണ്ടു. എവിടെയാണ് കിടന്നിരുന്നത്? ഫിഷർ വുമൻ്റെ അടുത്താണ് കിടന്നിരുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് വളർന്നു വന്നിട്ടുള്ള വഴികൾ അമ്മ സഹായിച്ചിരുന്നു വളരെയധികം. അച്ഛൻ ഒരുപാട് ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. മാധവ് മന്ത്രി എന്ന് പറയുന്ന ഒരു അങ്കിള് അദ്ദേഹത്തിനെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് കിട്ടുന്ന ഒരു വൈറ്റ് മെറ്റൽ കപ്പ് വെച്ചിട്ടാണ് സുനിൽ ഗവാസ്കർ ചെറുപ്പത്തിൽ കളിച്ചിരുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷിലൊരു വേർഷൻ കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൂടി കാണാനായിട്ട് നോക്കുക. അതിനുശേഷം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്.